ഇത് സൗദി അറേബ്യയിലെ ജനപ്രിയമായ അൽബേക്ക് എന്ന റെസ്റ്റോറൻ്റാണ്. ഇതിൻ്റെ ഈ പേര് അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ നല്ല ക്വാണ്ടിറ്റിയും വിലക്കുറവും അതിനേക്കാളുപരി നല്ല ടേസ്റ്റുമാണ് ഇവിടുത്തെ ബ്രോസ്റ്റിന്. അത് കാരണം സ്വദേശികൾക്കിടയിലും വിദേശികൾക്കിടയിലും ഇത് അൽബേക്ക് എന്നുള്ളത് വളരെ ജനപ്രിയമാണ്. 2000 ഞാൻ ജിദ്ദ യാമ്പൂലായിരുന്ന സമയത്ത് അവിടെ അൽബേക്ക് ഓപ്പൺ ചെയ്തു. ആ കാലഘട്ടത്തിലൊക്കെ അവിടുന്ന് ഒരു ബ്രോസ്റ്റ് വാങ്ങണമെങ്കിൽ മിനിമം 1 മണിക്കൂറെങ്കിലും നമ്മൾ ക്യൂവിൽ നിന്നാൽ മാത്രമേ ബ്രോസ്റ്റ് കിട്ടൂ. അത്രയ്ക്ക് നീണ്ട ക്യൂ ആയിരിക്കും. അപ്പോൾ ഇവരുടെ സ്പൈസി ചിക്കൻ്റെ അസാധ്യ രുചി കാരണം അന്നേ എൻ്റെ മനസ്സിൽ ഇടം പിടിച്ച മൈ ഫേവറിറ്റ് ബ്രോസ്റ്ററാണ് അൽബേക്ക്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ 2014 റിയാദിൽ വന്നു. ആ സമയത്ത് അൽബേക്ക് റിയാദിലില്ലായിരുന്നു. അപ്പോൾ 2019 കൊറോണ കാലഘട്ടത്തിലാണ് റിയാദിലെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ 3-4 ഔട്ട്ലെറ്റുകൾ ആദ്യമായിട്ട് അവർ തുറന്നത്. ആ സമയത്ത് എനിക്കൊരു ഔട്ട്ലെറ്റിൽ പോകണമെങ്കിൽ ഒരു 10-35 കിലോമീറ്റർ ദൂരം പോകണമായിരുന്നു. എന്നിട്ട് ഞാൻ ഒരു ദിവസം അവിടെ പോയി. അവിടെ പോയപ്പോൾ കണ്ട കാഴ്ചയെന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഉണ്ടായിരുന്ന അതേ ഒരു തിരക്കിൻ്റെയും ക്യൂവിൻ്റെയും ഒരു തനിയാവർത്തനം എനിക്കവിടെ കാണാൻ കഴിഞ്ഞു. പിന്നീട് കാലക്രമേണ റിയാദിലെ ഒട്ടുമിക്ക ടൗണുകളിലും ഇപ്പോൾ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. എന്നാലും തിരക്കിന് ഒരു കുറവുമില്ല. അപ്പോൾ ഇന്ന് ഈ ഈദിൻ്റെ അവധിയൊക്കെ ആയതുകൊണ്ട് തിരക്ക് സാമാന്യം കുറവാണ്. സാധാരണ ദിവസങ്ങളിൽ ഒരു 10 മുതൽ ഒരു 15 മിനിറ്റ് വരെയെങ്കിലും ക്യൂവിൽ നിന്നാൽ മാത്രമേ നമുക്ക് ഈ ടോക്കണൊക്കെ കിട്ടത്തുള്ളൂ. 2000 ആദ്യം ഇത് വാങ്ങുമ്പോൾ അന്ന് 10 റിയാലായിരുന്നു. ഇവർ 2019 റിയാൽ വന്നപ്പോൾ 14 റിയാലായിരുന്നു. ഇപ്പോൾ 17 റിയാലാണ്. എന്നാലും അവരുടെ ആ പഴയ സിഗ്നേച്ചർ ടേസ്റ്റ് ഇപ്പോഴും അവർ നിലനിർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അൽബേക്കിനോടുള്ള ഇഷ്ടവും ആരാധനയൊന്നും ഒട്ടും കുറവുമില്ല. അപ്പോൾ ഇതിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ 4 പീസ് ചിക്കൻ, ഫ്രഞ്ച് ഫ്രൈസ്, മയോണൈസ്, റിഫ്രഷ്മെൻറ്റ് ടിഷ്യൂ, പിന്നെ ഒരു ബന്ന്, ഇത്രയാണുള്ളത്. അപ്പോൾ ഇത് വാങ്ങുന്നവർ ചൂടോടുകൂടി തന്നെ കഴിക്കണം. നമ്മൾ ഒരാൾ കഷ്ടിച്ചാണത് കഴിച്ച് തീരില്ല, അത്രയ്ക്ക് ക്വാണ്ടിറ്റിയാണ്, വലിയ ചിക്കൻ പീസാണ്. അപ്പോൾ ഇനി എത്ര ബ്രോസ്റ്റർ കമ്പനികൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും അൽബേക്കിന് പകരം വയ്ക്കാൻ അൽബേക്ക് മാത്രമേ ഉള്ളൂ. അതാണ് നമ്പർ 1 അൽബേക്ക്.